നീ ഹയ്യാണ്. അപ്പൊ ഹയ്യാണ് എന്ന് പറയുമ്പോൾ ഖബറിൽ മഹദൂഫൻ കളയപ്പെട്ട ഇസ്മിന്റെ ഖബറായിട്ട് ഒരു ഹൈ. അപ്പൊ ഈ അന്ത ഹയ്യുന്ന ലമീറ ഇസ്മർക്കം കൽപ്പിക്കുക. അന്ത സമദുൻ ബാക്കിൻ ഇലാഹു കനഫുന്. സമദാണ്, എല്ലാവരും നിന്നിലേക്ക് ആശ്രയിക്കും, നിനക്ക് ആരിലേക്ക് ആശ്രയമല്ല. എന്നെന്നും നിലനിൽക്കുന്നവനാണ് ഇലാഹ്. കനഫ് അയൽ കനഫ് എന്ന് പറഞ്ഞാൽ ജാനിബ്, ഒരു ഭാഗം എന്ന് പറയും. യുഖാലു അൻത ഫീ കനഫില്ല, നീ അല്ലാഹു തആലയുടെ ഭാഗത്തിലാണെന്ന് പറയും. അഥവാ ഐ ഹിർദി വറഹ്മത്തി, അള്ളാഹിന്റെ കരുണയിലും അല്ലാഹു തആലയുടെ നിരീക്ഷണത്തിലും സൂക്ഷിപ്പിലുമാണ് നീ ഉള്ളത് എന്നതിന്റെ അർത്ഥം. ഹാലബിൻ നിഹായത്തി, നിഹായിൽ കാണാം. ഒബിൻ ഹദീസ്, ഹദീസിൽ വന്നിട്ടുണ്ട് എന്ത്? യദിൽ മുഅ്മിനു മിൻ റബ്ബിഹി അതാ യല്ലാ അലൈഹി കനഫഹുന. ഒരു മുഅ്മിനായ ഒരു മനുഷ്യൻ റബ്ബിനോട് അടുത്തു പോകും. എത്രത്തോളം വെച്ചാൽ അല്ലാഹു തആല അവന്റെ ആ ഒരു ഭാഗം അവന്റെ മേൽ വെച്ചു കൊടുക്കും, അടുത്താണ് മേല് എന്ന് പറഞ്ഞാൽ എന്താ അതിന് അർത്ഥം വെക്കേണ്ടത്? ഐ യസ്തുറുഹു, അല്ലാഹു തആല അവരെ മറച്ചു വെക്കുമെന്നർത്ഥം. മറക്കും അല്ലാഹു തആല അവരെ, അങ്ങനെയില്ല, അവരെ മറക്കും, അയ്മൂല തൊട്ടൊക്കെ മറച്ചിടും, അതാണ് അതിന്റെ അർത്ഥം. ഫഖീല, പറയപ്പെട്ടിട്ടുണ്ട് അതിനർത്ഥം യർഹമുഹു, അള്ളാഹുവോട് കരുണ ചെയ്യും, വയൽതുബി, അവനെ കൊണ്ട് അല്ലാഹു തആല മയം ചെയ്യും എന്നർത്ഥം. വൽ കനഫ് ബിത്തഗ്രീകി, കനഫ് പത്തോടത്തോട് വായിച്ചാൽ ഹർക്കത്തോടത്ത് കനഫ്. അൽ ജാരിബു അന്നാഹിയത്തു, ഭാഗം, അങ്ങനെ അർത്ഥമുണ്ട്, ഷെയ്ഡ് എന്നൊക്കെ അർത്ഥമുണ്ട്. വഹാദ തംസീൽ, ഇതൊരു ഉദാഹരണമാക്കലാണ്. എന്തിന്? ലിജഅലിഹി തഅത്ത ലില്ലി റഹ്മത്തി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ ഈ പറയുന്ന ശൈഖവറുകളെ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നിഴലുണ്ട്, ആ നിഴലിന്റെ അടിഭാഗത്താക്കുക. അങ്ങനെ ആക്കുക എന്നതിനുള്ള ഒരു ഉദാഹരണമാണ് ഉൽത്തൂബിന എന്നൊക്കെ പറയുന്നത്. കഴിഞ്ഞു, നിഹായിന് പറഞ്ഞൊക്കെ കഴിഞ്ഞു. തുമ്മല്ലദീ ഫീമാ നഖലഹു നബ്ഹാനിയോ സആദത്തിൽ ഖസ്തല്ലാനി, ഖസ്തല്ലാനിയെ തൊട്ട് സആദത്തില് നബ്ഹാനി ഇമാം ഉദ്ധരിച്ചതിൽ കാണുന്നത് ലഹു കനഹും വാഖിൻ, ലഹു കനഹും വാഖിൻ ആണ്. ബിദൂനി ഹംസത്തി, ഹംസയെ കൂടാതെ എന്നാണ്. ഇവിടെ ഹംസ ഉണ്ടല്ലോ. ഇലാഹു കനഫ് അല്ലേ? അപ്പൊ ഇലാഹു കനഫ് എന്നുള്ളിടത്ത് ഹംസനെ കളഞ്ഞിട്ട് ലഹു കനഫ് എന്ന് പറയാ, അതാണ് പറഞ്ഞത്. ലഹു എന്നതിന് മുമ്പുള്ള ഹംസനെ കളയപ്പെടുന്നത്. വല്യുറാജ്, എന്ന് ആവർത്തിച്ച് നോക്ക്, അങ്ങനെ കാണാം. ലഹു കനഫ് എന്നാ, അവനെന്തുണ്ട്? കനഫുണ്ട്, ഈ കളഞ്ഞുപോയി. അങ്ങനെ ഇപ്പൊ ലഹുല്ല ഉണ്ടാവുള്ളൂ. പിന്നെ വാക്ക് തന്നെ ഇസ്മുഫായിലാണ്, വിഖായത്ത്, കാവൽ എന്ന അർത്ഥമുണ്ട്. അതിൽ നിന്നുള്ള ഇസ്മുഫായിലാണ് വാക്ക് എന്ന. റബ്ബർകിഷ് അന്നൽ അദാബ ഇന്നാ മുഅ്മിനൂന യാ വദൂദു യാ വദൂദു യാ വദൂദു യാ ദൽ അർശിൽ മജീദ് യാ ഫഅൽ. കദാഫിൻ നുസഖി, ഇങ്ങനെ ചില കോപ്പികളിലുണ്ട്. ബിർറഫി, റഫ് കൊടുത്തിട്ട് കാണാം. വലഅല്ലഹു തഹരീഫുൻ മിൻ നുസാഖി, ഇതൊരു പക്ഷേ വന്നത് ഇത് പകർത്തിയെടുക്കുന്ന ആൾക്കാർ വന്നതായിരിക്കുന്ന മാറ്റം വരുത്തലായിരിക്കാം, മാറ്റിമറിക്കലായിരിക്കാം. കാരണം അന്നഹു മുനാദ ഷബീ ബിൽ മുലാഫ്, ഇത് മുനാദിയാണ്, മുലാഫിനോട് ഷബീഹായി നിൽക്കുന്ന മുനാദിയാണ് ഇത്. ഫഹുവ, അങ്ങനെ വരുമ്പോ പിന്നെ കൊണ്ടാണ് വായിക്കേണ്ടത്, യാ വദൂദ യാ വദൂദാണ്. വഖദ് യുഖാലു, ചിലപ്പോ പറയപ്പെടാം ഇന്നഹു മുനാദ മാരിഫ, അത് മുനാദ മാരിഫല്ലേ, അങ്ങനെ വരുമ്പോ യാ വധു തന്നെ വായിക്കണം. വലാമു ലിമാ യുരീദ്, ലാമ് അപ്പോ ലാമുണ്ട് അവിടെ. ആ ലാമോ ലിമാ യുരീദ്, അപ്പൊ ലിമാ യുരീദ് എന്നൊരു ലാമുണ്ട്. ആ ലാമ് മുതഅല്ലിഖും ബി മഅദൂബിൻ, കളയപ്പെട്ടതിനോട് ബന്ധിച്ചതാണ്. ലിമാ യുരീദ് കാണുന്നുണ്ട്. ആ ലിമാ യുരീദു എന്നതിലേക്ക് പോണ ലാമ് അതെന്താണ്? കളയപ്പെട്ടതിനോടാണ് ബന്ധമുള്ളത്. കാലു, അവര് പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത, ലിമാ മനഅത ലാമ എങ്ങനെയാണ്?
ഇന്ന മുഴത്തല്ലാമി മുത്തഅല്ലിഖല്ലാമി ലിമാമനയുത്ത എന്നുള്ളിടത്ത് ലാമിന്റെ മുത്തഅല്ലിഖ് മഅദൂബൻ കളയപ്പെട്ടതാണല്ലോ. അയില മാനിയ യംനൗ ലിമാ അൽതൈത യംനൗന ഉണ്ടാവുക, നീ നൽകുന്ന ഒന്നിനെ തടയാൻ തടയുന്ന ഒരാളില്ല എന്നാണ്. അപ്പൊ യംനൗ എന്ന് പറയുന്ന ഫീലിനോടാണ് ലിമ എന്നതിലെ ലാമിന് ബന്ധം. ഇവിടെ മഅദൂഫായില മുത്തഅല്ലിഖ് എന്നതുപോലെ ഇവിടെയും അങ്ങനത്തെ മുത്തഅല്ലിഖ് മഅദൂഫാണ് എന്നായി. ലിമാ യുരീദു നസ്അലുക ബിഇസ്സതികല്ലത്തി ലാ തുറാം. ലാ തുറാം എന്ന് പറഞ്ഞാൽ ലാ യറൂമുഹ അഹദുൻ, ഒരാളും അതിനെ തേടില്ല ഇസ്സത്തിനെ. കാരണം ലുഹൂരി ഇസ്തിഹാലത്തി ഹുസൂലിഹാ ലിഅഹദിൻ, സൃഷ്ടിയിൽ നിന്ന് ഏതെങ്കിലും ഒരാൾക്ക് ഈ പറഞ്ഞ ഇസ്സത്ത്, അള്ളാന്റെ ഇസ്സത്ത് ഉണ്ടല്ലോ, ആ ഇസ്സത്ത് കരഗതമാവുക എന്നുള്ളത് മുസ്തഹിലായ കാര്യമാണ്. അതുകൊണ്ടാണ് കാലഭാഗത്തും ചില ആൾക്കാർ പറയുന്ന പണ്ഡിതർ ഇന്നഹു മുജിദാബി നുസ്ഖതി തുറാം, ചില കോപ്പിൽ കാണുക തുറാം എന്നാണുള്ള കാണുന്നത് എന്നാണ്. ഐവിസ്കാത്തിൽ ലാമിനെ കളഞ്ഞ് ലാനെ കളഞ്ഞുകൊണ്ട് ലാ തുറാം എന്നില്ല, വെറും തുറാം എന്ന് കാണുന്നുണ്ടല്ലോ എന്ന്. അലഹി അങ്ങനെ വരുമ്പോൾ യക്കൂറുമായ അന്നഹ യറൂമുഹ എന്നായ അർത്ഥം, നിശ്ചയമായിട്ടുമായ ഇസ്സത്ത് യറൂമുഹ, ആ ഇസ്സത്തിനെ തേടും. അയൽ ബിക വസൂരി അസരിഹ, ആ പറയുന്ന ഇസ്സത്ത് എന്താണ് യോഗ്യത കിട്ടേണ്ടത്, അതിന്റെ അസർ എന്താണ്, അത് കരഗതമാവുക എന്നതായിരിക്കും അതിനർത്ഥം. അപ്പൊ അങ്ങനെ ഈ പറയുന്ന ഇഹ്തിസാദിനെ തേടും. കുല്ലു അഹദിൻ, എല്ലാം ഓരോരുത്തരും തേടിക്കൊണ്ടിരിക്കുന്ന. ലാമിനെ കളഞ്ഞിട്ട് അർത്ഥം ഇങ്ങനെ വെച്ചാലും അവര് ലാമോട് കൂടി വന്ന ലാ തുറാബ് എന്നുള്ളത് ബിമാ ബഅദു മിൻ ഖൗലി ബി മുൽക്കിക്കല്ലദീ ലാ യുലാമു എന്ന് കാണാം. ലാ യുലാമു എന്ന് പറയുമ്പോൾ അതിനോട് യോജിക്കുന്ന ഒന്നാണ് ലാ തുറാബ്. അപ്പൊ ലാമു വേണമെന്നായി. മിനൽ ലൈമി, ലൈമിൽ നിന്നാണ് ലാ യുലാമു എന്നുള്ളത്. ലൈമിന്റെ അർത്ഥം അക്രമം എന്നാണ്. അപ്പൊ എന്തായ അർത്ഥം, ഐ ലാ യദ്രിബുഹു അഹദുൻ, ഒരാളും അല്ലാഹു തആല എന്തായാലും കഴിയൂല, ആക്രമിക്കാൻ കഴിയൂല. കാരണം അങ്ങനെ ചെയ്യാൻ മുഹാലാണ്, അതുകൊണ്ട് തന്നെ കഴിയൂല. അബികുർസിക്കല്ലദീ ലാ യതഹറകു വബിനൂരിക്കല്ലദീ മലഅ അർകാന അർശിക അൻ തക്ഫിയന ഹാദൽ അംർ എന്ന്. അതിനർത്ഥം എന്താ, അയ്തഖി അന്ന സറഹു, അതിന്റെ നാശത്തെ തൊട്ട് ഞങ്ങൾ കാക്കണേ അല്ലാഹ്. കഫാഹുല്ലാഹു സറ അദുബി, അല്ലാഹു തആല അവന്റെ സെറിന്റെ നാശത്തെ അള്ള തടഞ്ഞു എന്നാണ്. ഐ മനഅദാരിക, തടഞ്ഞു എന്നർത്ഥം. സറ അൻഹു, ഇദ്ദേഹത്തെ തൊട്ട് ആ നാശം അല്ലാഹു തആല തടഞ്ഞു എന്നാണ്. യാ മുഗീസു അഗ്സിന, യാ മുഗീസു അഗ്സിന, യാ മുഗീസു അഗ്സിന എന്ന് 3 വട്ടം പറയുന്നുണ്ട്. സഹായിക്കുന്നവരെ നിങ്ങൾ സഹായിക്കണേ. ഇലാഹന ലാ റബ്ബലന ഗൈറുക് എന്ന് കാണും. ഒബിനുസ്ഖത്തിൻ, ഒരു കോപ്പിയിൽ കാണുന്ന ഇലാഹന ലാ നഅരിഫു റബ്ബൻ ഗൈറക എന്ന് കാണാം. ഇവിടെ വന്നാണ് ഇലാഹന, ഞങ്ങളെ പടച്ചോനെ, ലാ റബ്ബലന, ഞങ്ങൾക്ക് റബ്ബില്ല, ഗൈറുക, നീ അല്ലാതെ റബ്ബില്ല എന്നാണ് ഇവിടെ. ഇനി അവിടുത്തെടുത്താലോ, അവിടെ എന്ത് പറയുന്നു, ഞങ്ങൾ നീ അല്ലാതെ റബ്ബിനെ അറിയുന്നില്ല. രണ്ട് ഏകദേശം അർത്ഥം തന്നെയാണ്. ഫനർജുവഹു എന്ന് പറഞ്ഞാൽ നസ്മുൻ ബി അനിൽ മുഖദ്ദറത്തി ബഅദൽ ഫാഇ ജവാബിൻ നബി. നബി വരുമ്പോ നബിന്റെ ജവാബിലായിട്ട് വാന കൊടുക്കും. വാന്റെ ശേഷം ഒരു മുഖദ്ദറത്തായിരിക്കുന്ന ലാമട സങ്കല്പിച്ചു കൊടുത്തിട്ട് പറയണമെന്ന്. അങ്ങനെയാണ് നസ്മുട്ടിയത്. ഫനർജുവഹ എന്ന്. وكذا يقال بما يأتي وحدك لا شريك لك في ملكك فندعوه ولا وزير لك فنرشوه. അവിടൊക്കെ അങ്ങനെയാണ്. അതിനർത്ഥം എന്താണ്, എത്തിക്ക് റിശ്വത്തെ കോയ കൊടുക്കും, കൈക്കൂലി കൊടുക്കാൻ നമ്മൾ അവനിതാ. വയ്യാമി തെസിരീതി റാഹിന് 3 കൊടുത്തും വായിക്കറു. എന്താണ് റിഷ്വത്ത് എന്ന് പറഞ്ഞാൽ മായോത്തൽ ഹുക്ക, ഭരണാധിപന്മാർക്ക് നൽകുന്ന ഒന്നാണ്. എന്തിനു ഇബിത്താലി അക്കലൂടെ യഥാർത്ഥം ബാത്തിലാക്കാൻ വേണ്ടി പൈസ കൊടുത്ത് റെഡിയാക്കുക, അല്ലെങ്കിൽ ആ ഒരു ഏക്കാക്കി ബാത്തിൽ, അല്ലെങ്കിൽ ബാത്തില ഒരു കാര്യമാണ്, അത് ഉറപ്പിക്കാൻ വേണ്ടി പൈസ കൊടുക്കുക. ഇങ്ങനെയുള്ള പണികളൊക്കെ തെറ്റാണ്. ഹാലനായ മൊയ്സായത്തിനായ മൊയ്സായത്തിനായ മൊയ്സായത്തിന യാ ഹയ്യോ യാ ഖയ്യൂം യാ ഹയ്യോ യാ ഖയ്യൂം യാ ഹയ്യോ യാ ഖയ്യൂം യാ ഹന്നാനു യാ മന്നാനു. ഖാല ഇബ്നുൽ അസീർ അൽ ഹന്നാൻ അൽ മന്നാൻ. ഇബ്നുൽ അസീർ പറയുന്ന ഹന്നാനും മന്നാനും മിൻ അസ്മാഇല്ലാഹി തആല, അല്ലാഹുവിന്റെ നാമങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ അവലു മിനൽ ഹിനാൻ, ഹനാൻ എന്നതിൽ നിന്നുള്ള പിടിക്കപ്പെട്ടതാണ് ഹന്നാൻ.
ഓവൽ അസലി അന്നാൻ എന്ന അസലിന്റെ അർത്ഥം എന്താ? ഹനാൻ. ഹനാൻ ഹനാന്റെ അർത്ഥം അസൽ പ്രകാരം റിഖത്തുൽ ഖൽബ്, ഖൽബ് കട്ടി കുറയാ, നേർമയുള്ള ഹൃദയം എന്നാണ്. ഫഹുവ ബിമാന റഹ്മത്ത്, അത് കരുണ എന്ന അർത്ഥം കൊണ്ട് പറയാം. രണ്ടാമത്തത് മിനൽ മന്നി ബിമാന ഇഹ്സാൻ, ഇഹ്സാൻ എന്ന അർത്ഥപ്രകാരം ഗുണം ചെയ്യുക എന്ന മന്നെന്നാണ് രണ്ടാമത്തെ മന്നാൻ. ഇലാ മൻ ല യസ്തസീബുഹു വലാ യത്ലുബുൽ ജസാ അലൈഹി, അങ്ങനെ ചെയ്തു കൊടുത്തതിന്റെ മേലിൽ പ്രതിഫലം ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യാത്ത ഒരാളിലേക്കാണ് ഇഹ്സാൻ വേണ്ടത്. ബഹുമാനും അഭിനയത്തിൽ മുബാലാത്തി നല്ലോണം ഉണ്ട് എന്ന് അറിയിക്കാൻ വരുന്ന അർത്ഥത്തിന് കിട്ടാൻ വേണ്ടി എടുത്തതാണ്. അങ്ങനെ മുബാലാത്തിന് വേണ്ടി എടുത്ത കീഴിൽപ്പെട്ടതാണ് ഈ പറയുന്ന ഹന്നാനും മന്നാനും. ഷാരി പറയാണ്, പിന്നീട് എനിക്ക് വെളിപ്പെടുകയുണ്ടായി. ചില ഇഷ്ടക്കാരിൽ നിന്ന് ചില ആളുകൾ എനിക്ക് വന്നു. അസ്ലഹല്ലാഹു ലനാ വലഹുൽ ഹാൽ, അദ്ദേഹത്തിനും നമുക്കൊക്കെ അള്ളാഹു തആല അവസ്ഥ നന്നാക്കിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയാം. ആ ബാഗ് എന്റെ അടുക്ക് വെളിപ്പെട്ടു വന്നത് എങ്ങനെ? അലാമാഫി ഹയാത്തിൽ ഹയവാൻ, ഹയാത്തിൽ ഹയവാൻ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട് ജുബൈർ ഇമാമിന്റെ. ആ കിതാബിലുള്ള ഒന്നിന്റെ മേലെ അതിൽ പറഞ്ഞൊരു കാര്യമായിട്ടാണ് വന്നത്. എവിടെ? ബയാനിൽ ഉഖാബ്. ഉഖാബ് എന്ന് പറഞ്ഞ ഒരു പക്ഷിയുടെ പേരാണ്. ആ പക്ഷിയെ പറ്റി വിശദീകരിക്കുന്നിടത്താണ് പറഞ്ഞത്. മിൻഹ ഹയാത്തിൽ ഹയവാനിൽ കാണാം ഖിസ്സത്ത് ജദീമ സബാവിനോട് കൂടുതൽ ജദീമത്ത് പറഞ്ഞ സംഗതി ഉണ്ട്, അതിന്റെ ചരിത്രം കാണാം. അതിൽ പറയുന്നത് അന്ന റജുലൻ മിൻ ബവ്വാബിഹ, ആ ജദീമത്തിന്റെ പാറാവുകാരിൽപ്പെട്ട ഒരാള്, നബിത്തിയക്കാരനാണ്, അതിൽപ്പെട്ട ഒരാള്. ഖാല ബിൻ നബിത്തിയത്തി, നബിത്തി ഭാഷ കൊണ്ടാണ് പറയാ ബഷ ബഷ എന്ന് പറഞ്ഞിട്ട്. ആ ബഷ ബഷാന്ന് ഇവിടെ നമ്മൾ ആയി കൊടുത്തത്. ആ ബഷ ബഷ എന്ന് പറഞ്ഞ അർത്ഥമായ ഷർറ ഷർറ, നാശം നാശം നാശം. വശിദ്ദത്തി വൽ ബലിയത്തി വതഅവന വശിദ്ദത്ത വൽ ബലിയത്ത വതഅവന വൽ വബാ ബിഹുർമത്തി മുഹമ്മദ് സയ്യിദുൽ അസ്ഫിയാഇ വ അമീറുൽ മുഅ്മിനീന അലിയിൽ മുർത്തല വ ഹസനിർ റിള വ ഹുസൈൻ ഷഹീദുൽ ബികർബല വ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹു യഹ്ഫദ്നാ വഹ്ഫദ് മൻ നഊദു ബിഹി എന്നാണ് പ്രാർത്ഥന. ഇനി അവിടെ അതിനൊക്കെ അർത്ഥം കിട്ടുന്നതുകൊണ്ട് വിശദീകരിക്കാതെ പോണത്. കഥാബിൻ നുസ്ഖി, ചില കോപ്പിൽ ഇങ്ങനെ കാണപ്പോ നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ. അല്ലൽ മാന, അപ്പോൾ ഈ പ്രാർത്ഥനയുടെ അർത്ഥം മൻ നഊദു ബിക, നിന്നോട് അഭയം തേടുന്ന ആളുകളെ നീ സൂക്ഷിക്കണമല്ല. ബി സബബിഹി, നബി കാരണം കൊണ്ട്. വലിയ അജലിഹി, അതിന്റെ കാരണത്തിന് വേണ്ടി. ഞങ്ങൾ അഹിലുകാര് അസ്ഹാബി ഇവരൊക്കെ എന്ത് പറയും സൂക്ഷിക്കുന്നില്ല. അവരെ പോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അഭയം തേടുന്നത്. ഒരു സൂക്ഷിക്കണേ അല്ലാ, കാവൽ നൽകണേ അല്ലാ അർത്ഥം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന ദിക്ർ. വഫീ നുസ്ഖത്തിൻ, ചില കോപ്പിൽ കാണുക ബദലഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിന്റെ പകരം ഇല്ലാ ബിക യാ റബ്ബൽ ആലമീൻ. അപ്പൊ ചില മാറ്റമൊക്കെ കാണുന്ന അർത്ഥം. യാ ലത്തീഫൻ, ലത്തീഫൻ എന്ന് പറഞ്ഞു. മുനാദ മാരിഫയാണത്. ബിൽ ഖസ്തി, കരുത്ത് പ്രകാരം മുനാദ മാരിഫയാണ്. യാ ലത്തീഫു എന്നാ പറയേണ്ടത്. നവനുസിബ, മുനാദാപുറത്ത് മാരിഫാക്ക് റഫ് ആണ് വേണ്ടതെങ്കിൽ ഇവിടെ റഫില്ല, വമ്മുന്റെ അവിടെ അങ്ങനെ ഇല്ല. ഇവിടെ നെസ്ബ് കൊടുത്തു. അത് കൗരി മാസൂമി ജുംലത്തിൻ, അത് ജുംല കൊണ്ട് ലത്തീഫൻ എന്നതിന് എന്ത് ചെയ്തിട്ടുണ്ട്? വസ്ഫ് അറിയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആയതുകൊണ്ടാണ് യാ ലത്തീഫല്ലം തസൽ എന്ന് പറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ ജുംല കൊണ്ട് വസ്ഫ് അറിയപ്പെട്ടു. അങ്ങനെ വന്നപ്പോ ലത്തീഫൻ എന്നത് നെസ്ബ് ചെയ്തു എന്നാണ്. ബിജുംലത്തില്ലം തസൽ എന്നാണ്. തസ്കീലി, അപ്പൊ തസ്കീൽ എന്ന് പറഞ്ഞ കിതാബില് അന്നൽ മുനാദൽ മുഫ്രദ അൽ മൗസൂഫ, വസ്ഫ് പറയപ്പെട്ടതായിരിക്കുന്ന മുനാദാമുറദ് മാരിഫ യജൂസു നസ്ബുഹു ഐദൻ, റഫ് ചെയ്യാൻ പറ്റുന്നത് പോലെ നസ്ബ് ചെയ്യാൻ പറ്റും എന്ന് കാണാം.
സവാഉൻ മുസിഫ ബി മുഫ്റദിൻ മുഅറഫിൻ ഔ മുൻകറിൻ അല്ലെങ്കിൽ മുനക്കർ നക്രയാക്കപ്പെട്ടതായോ അല്ലെങ്കിൽ മാരിഫയാക്കപ്പെട്ടതായോ മുഫ്റദ് കൊണ്ട് വസ്തു പറഞ്ഞാലും വേണ്ടില്ല. ഔ ജുംലത്തിൻ ഔ ലർഫിൻ ലർഫോ അല്ലെങ്കിൽ ജുംല ഏതുകൊണ്ട് വസ്തു പറഞ്ഞാലും വേണ്ടില്ല. മുനാദാവൃത് മാരിഫാക്ക് വസ്തു പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ അടിസ്ഥാന പ്രകാരം നോക്കുമ്പോൾ നസ്ബ് ചെയ്യൽ ജായിസാണ്. അപ്പൊ അവിടെ ഈ ദ്വാ കൊണ്ട് വന്നാൽ യാ ലത്തീഫൻ എന്ന് പറഞ്ഞ് കുഴപ്പമില്ല. മുനാദാവൃത് മാരിഫുള്ളോ ലൊബിനും അഭിനാക്കി യാ ലത്തീഫ് എന്ന് പറയണ്ടേ? അത് പറയണ്ട, ലത്തീഫൻ എന്ന് പറയാം. ശേഷമുള്ള പീലിയ ജുംല കൊണ്ട് അതിനെന്ത് പറഞ്ഞിട്ടുണ്ട്? ലം തസൽ എന്ന് പറയുന്ന ജുംല കൊണ്ട് വസ്തു പറയപ്പെട്ടുണ്ട്. പനസർ റളിയു ഇവിടെ പനസ ഇത് കൊണ്ടുവന്ന് ശൈഖവറുകൾ വെളിപ്പെടുത്തി. റിള ഇവിടെ പറഞ്ഞല്ലോ അലിയിൽ മുർത്തൽ അഥവാ റിള വെളിപ്പെടുത്തി. അതാന്ന കൗലുഹു അബ്ദൻ ഹല്ല എന്ന് അബ്ദൻ ഹല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിമയാണോ അല്ല ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞ് വെയ്ത്തുണ്ടല്ലോ. ആ കൗല് പ്രകാരം ഈ റിള എന്നതിനെ വ്യക്തമാക്കി കൊണ്ടുവന്നത് മിന ഷബീഹ് ബിൽ മുലാഫ്, അത് മുലാഫുമായി കൊണ്ട് തശ്ബീഹുണ്ട്. ആ നിലക്കാണ് എന്ത് പറയുന്നത്? അമീരുൽ മുഅ്മിനീന കഴിഞ്ഞിട്ട് ഒരു റിള ഹുസൈൻ സയ്യിദ് കർബല എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അവിടെ റിള വ്യക്തമാക്കിയത് അതുകൊണ്ടാണ്. കമാ ബയ്യന്നാബി തൽമീ എന്ന് പറയുന്ന കിതാബിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അങ്ങനെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. ഇതാ അപ്പൊ ഷബീ മുലാഫായിട്ട് വന്നു. അപ്പൊ ആബുദൻ എന്ന് പറഞ്ഞെടുത്ത് കണ്ടില്ലേ? ആ ആബുദൻ അവിടെ യഥാർത്ഥത്തിൽ എന്താണ്? മുഫ്റദ് മാരിഫയാണ്. ലൊമ്മിന്റെ മേലും അഭിനയാക്കാതെ കൊണ്ട് എന്ത് പറഞ്ഞു? നസ്ബ് കൊടുത്തു. അപ്പൊ ഷബീഹ് മുലാഫ്. അപ്പൊ വനസർ റളിയു എന്നാണ്, റിളല്ല. അപ്പൊ തെറ്റിക്കണം. വനസർ റളിയു റളി എന്നൊരു വ്യക്തമാക്കി പറയുന്നത് ആബുദൻ ഹല്ല എന്ന് പറയുന്ന കൗല് പ്രകാരം ഇത് യാ ലത്തീഫൻ ഷബീഹ് മുലാഫ് അല്ലേ? അത് നൽകാവാനോ എന്നായി. ലം തസൽ എന്ന് പറഞ്ഞാൽ അല്ലദീ ഫീമാ നഖലുഹു നബ്ഹാനിയോ ഫീ സഅാദത്തി ദാറൈനി അൻ ഖസ്തല്ലാനി. ഇമാം ഖസ്തല്ലാനിയെ തൊട്ട് സഅാദത്തു ദാറൈൻ എന്ന് പറഞ്ഞ കിതാബിൽ നബ്ഹാനി ഇമാം ഉദ്ധരിച്ച ഒന്നിൽപ്പെട്ടതാണ് ലം തസൽ എന്നുള്ളത്. ലം യസൽ ബിൽ യാഇൽ ഗൈബത്തി ഹാളിന്റെ താനെ കൊടുക്കാതെ വൈബത്തിന്റെ യാനെ കൊടുത്ത് ലം യസൽ എന്ന് കാണാനുണ്ട്. അപ്പൊ നക്കൽ ചെയ്ത് കാണുന്നത് ലം തസൽ എന്നല്ല. ഖസ്തല്ലാനിയെ തൊട്ടിട്ട് സഅാദത്തു ദാറൈൻ കാണുന്നത് ലം യസൽ എന്നാണ്. അപ്പൊ സമ്മല്ലാഹിറും മനസ്സിലാണത് ലാഹിർ പ്രകടമാവുന്നത് അലാ കുല്ലിൻ താവ് കൊടുത്താലും യാ കൊടുത്താലും എന്താണ്? അന്നഹു ദി ഫത്ഹ ഹർഫിൽ മുളാറഅത്തി. അവിടെ മുളാറഅത്തിന്റെ അറിവ് 10 കൊടുത്ത് ലം തസൽ ലം യസൽ എന്നേ പറയുള്ളൂ. വഹുവൽ ജാരി അലാ അൽസിനത്തിൽ ഖുറായി. അങ്ങനെയാണ് വായനക്കാരുടെ നാക്കിലൂടെ വന്നിട്ടുള്ളത്. ഓതുമ്പോ ലം തസൽ ലം യസൽ അങ്ങനെ വരുള്ളൂ, ഫത്ഹാണ്. വൽ ഖബറു അപ്പൊ ഖബറു മഹദൂഫൻ കളയപ്പെട്ടതാണ്. ലം തസൽ എന്നതിന് ഖബറ് പറഞ്ഞ നാഖിസാബിയിലാണത്. അപ്പൊ ലം തസൽ ലത്തീഫൻ എന്നായി. ലം തസൽ ലത്തീഫൻ ബിന ഞങ്ങളെ കൊണ്ട് ഇനി എന്താണ് മയം ചെയ്യുന്നവനായിക്കൊണ്ടേയിരിക്കുന്ന ഫീമാമല്ല കഴിഞ്ഞു പോയ കാലങ്ങളിൽ ഫൽത്തുഫ് ബിന ഞങ്ങളെ കൊണ്ട് ഇനി കഴിഞ്ഞു പോയ കാലത്തിന് ലുത്തുഫ് ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് ലുത്തുഫ് ചെയ്തുകൊണ്ടിരിക്കണം. ഫീമാ നസൽ ആയതാണ്. ഇപ്പോഴും ഇതാ ഞങ്ങൾ ഈ സമയത്ത് പോലും. അപ്പൊ കഴിഞ്ഞു പോയതിനും ഇനി വരാൻ പോകുന്നതിനും ഒക്കെ എന്ത് വേണം? മയം ചെയ്യണമെന്നാണ്. വയഹത്തമിൽ സാധ്യതയുണ്ട് അന്നഹു ലം തസൽ എന്നുള്ളടത്ത് ബിൽ ലമ്മി അർഫിൽ മുളാറഅത്തി. മുളാറഅത്തിന്റെ അർഫ് ലമ്മ് കൊടുക്കുക. അപ്പൊ 10 10 കൊടുത്തിട്ട് ലം തുസൽ എന്ന് പറയാം. അങ്ങനെ വരുമ്പോ പിന്നെ ഇസാലത്ത് വരിക. അപ്പൊ എന്തായ അർത്ഥം? ലം തുസൽ നീക്കപ്പെടൂല എന്നർത്ഥം. അല്ലെങ്കിൽ നേരെ തിരിച്ചു വായിക്കാം. മുളാറഅത്തിന്റെ അർഫിന് ലമ്മ് കൊടുക്കേണ്ട 10 കൊടുക്കുക. എന്നിട്ട് എന്ത് പറയാ? പിന്നെ ജവാൽ എന്ന് വെച്ചിട്ട് ലം തസൽ നീങ്ങിപ്പോകൂല എന്നർത്ഥം. വഖദ് യുഅയ്യിദു ഹാദൽ ഇഹ്തിമാൽ. ഇതൊക്കെ ഇഹ്തിമാലാണല്ലോ. നമ്മൾ ഈ പറഞ്ഞ ഇഹ്തിമാലിനെ ശക്തിപ്പെടുത്തുന്നുണ്ട് മായി എത്തി ശേഷം വരുന്ന ഒന്ന്. എവിടെ?
മിൻ ഖൗലിഹി മുസന്നിഫിന്റെ വല ഈ വേർന്ന ആളുടെ വാക്കുന്നതിന് വരുന്നുണ്ട് വലം യസൽ വലാ യുസാലു യുസീറു സവാൽ എന്ന് കാണാം. ലം യസൽ വലാ യുസാലു യുസീറു സവാൽ എന്ന് കാണുന്നുണ്ട്. ഓഹു വലാ യുസാലു അങ്ങനെ വരുമ്പോ ഇവിടെ എന്താ മുലാറാത്തിന്റെ അറിവും 10 സിയാന് കൊടുത്തിട്ട് ഇസാലത്തിലുണ്ട്. ഇനി യസാലു അപ്പൊ സവാല് ഇങ്ങനെയൊക്കെ കാണുന്നുണ്ട്. ശേഷം വന്ന വാക്കെന്ന് മനസ്സിലാണ്. അങ്ങനെയാണ് നമ്മിയായി കലിമത്തിൽ അഖീറത്തി അവസാനത്തെ കലിമത്തിലെ യാർ നമ്മെടുത്തു വലം യസൽ വലാ യുസാലു യുസീർ സവാൽ വലാ യുസാൽ ആണ് നമ്മ കൊടുത്തത്. അമ്മൽ ചിന്തിച്ചു നോക്കി ഇസാലത്തിന്റെ അർത്ഥം വരുന്നു, സവാൽ അർത്ഥം വരുന്നുണ്ട്, പിന്നെ സാല യസാലു ആദൽക്കും വരുന്നുണ്ട് അർത്ഥം. നാക്കിസായിട്ടും അല്ലാത്തൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അർത്ഥം. ഒൽത്തു ബിനാ ഫീമാ നസല ഇന്നക ലത്തീഫുൽ ലം തസൽ എന്നാണ്. അപ്പൊ ഞങ്ങളെ കൊണ്ട് നീ മയം ചെയ്യണം. ഫീമാ നസല ഇറങ്ങിയ ഒന്നിലും കഴിഞ്ഞു പോയ ഒന്നിൽ നിട്ടാം. ഇന്നൊക്കെ ലത്തീഫ് നിശ്ചയമുള്ള നീ മയം ചെയ്യുന്നവനാണ്. ലം തസൽ നീ മയം ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പൊ ഖബറുഹു ലം തസൽ എന്നതിന്റെ ഖബർ മഹദൂഫൻ അത് കളയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ ലം തസൽ ലുത്തുഫൻ ലത്തീഫൻ എന്നായിരിക്കും ഉണ്ടാവുക. യാദുൽ ജലാലി വൽ ഇക്റാമിൻ അസ്മാഇല്ലാഹി തആല അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പേരാണ്. അല്ലാഹു യാദുൽ ഫദ്ൽ എന്ന് പറയുമ്പോൾ ഫദ്ലുൽ ഇബ്തിദാബിൽ ഹിസാനി ബിലാ ഇല്ലത്തിൻ ഒരു കാരണവും ഇല്ലാതെ ഗുണം ചെയ്തുകൊണ്ട് തുടങ്ങുക എന്നാണ് ദൽ ഫദ്ലിന്റെ അർത്ഥം. ബഹുവാമിൻ അത്തതുൽ ആമിൽ ഖാസ് അപ്പൊ ഖാസ് പറഞ്ഞ് ആമിന് അത്തബ് ചെയ്തു. അപ്പൊ ആമിനെ ഖാസിന്റെ മേൽ അത്തബ് ചെയ്യുക അതിൽ പെട്ടതാണ് ഇത്. ആദ്യം ആമ പറഞ്ഞു ജലാലുൽ ഇക്റാം എന്ന് പറഞ്ഞിട്ട് യാദുൽ ഫദ്ൽ എടുക്കുകയാണ് ഖാസ്. വല്ല ഹിസാനി വത്തോ ഒലിവിൽ 10 കൊണ്ട് തോലിന്ന് വായിക്കണം. യുദ്ധലക്കൽ കുദറത്തി വൽ ഖിന വൽ അത്താൻ കൊടുക്കുക, ഐശ്വര്യം, സമ്പത്ത്, കഴിവ് എന്നതിന്റെ പേരിലൊക്കെ എന്ത് പറയാം? തൗലെന്ന് പറയാം. വൽ ഇംതിനാൻ മസ്തർ ഇംതന്ന ഇംതന്ന എന്ന് പറയുന്ന വീടിന്റെ മസ്തറാണ് ഇംതിനാൻ. ഇഖാല് പറയപ്പെടും ഇംതന്ന അലൈഹി ഇഹ്സാനിഹി അവൻ ചെയ്തു കൊടുക്കുന്ന നന്മകൾ ആ നന്മകളെ കൊണ്ടത് കിട്ടിയ പേരുകളെ എണ്ണി പറയുക. സക്കര അവൻ പറയുക നന്മയിൽ വല്ലതും ചെയ്തിട്ട് അതൊക്കെ വിളിച്ചു പറഞ്ഞ് എണ്ണിക്കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നവണ് ഇംതിനാൻ യേശി പറയുക. ഓഹോ കബീർ യഥാർത്ഥ ഈസാൻ ചെയ്യുന്നവൻ ആരാണോ അയാൾ അല്ലാത്തതിന് ഇത്തരം കാര്യം ഉണ്ടാവുന്ന എന്താണ് വടക്കാണ്. അള്ളാഹ് എന്താണ് കുഴപ്പമില്ല. ബിസ്മിക്കൽ ജാമ്യ എന്ന ബിസ്മിക്കൽ ജാമ്യ എന്ന് പറഞ്ഞാൽ എല്ലാം ഉൾപ്പെടുത്തി നിന്റെ പേര് കൊണ്ട് എന്നാണ്. എല്ലാം ഉൾപ്പെടുത്തിയ പേരുണ്ട്. അല്ലദീഹുമിൻ അസ്മാഉൽ ഹുസ്ന അതും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ടതാണ് അൽ ജാമിഅ എന്നുള്ളത്. വനബീക ഷാഫിയോ വലീകൽ ഖാസ് യാ ഷാഫി കീല പറയപ്പെടുന്നുണ്ട് ഇവിടെ ഫീ ഖത്തി ബഅദി മശായിഖിന അല്ല ലഅല്ല സ്വഭാവമായ ഷാഫി അവിടെ ഷാഫി അതിന് കൊടുത്തിട്ട് അതില്ലാതെ യാ കൊടുത്ത് ഷാഫി എന്ന് പറയാം. അതായിരിക്കാം നല്ലത്. വലാകിനില്ലദീ ഫിൽ അസ്റാർ സുന്നിയ്യ അസ്റാർ സുന്നിയിൽ മാത്രം ഇതുപോലെ ബിലായിനി അയിന് കൊടുത്ത് കാണുന്നുണ്ട്. കമാ ഫി ഖത്തി ബഅദി മശായിഖിന റഹ്മഹുല്ലാഹു തആല ചില മശായിഖന്മാരെ എഴുത്തിൽ അങ്ങനെ ഉണ്ട്. എന്നിട്ട് കാലാമെന്ന് പറയുന്ന ഒരല്ല മയനാകും. അങ്ങനെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ലിമൻ യശ ഉദ്ദേശിച്ചവർക്ക് ശഫാഅത്തിന് അവകാശം നൽകുന്നവനെ എന്നർത്ഥം. അല്ലാഹു തആല അല്ലാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് ഖുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ അങ്ങ് പറയണം ശഫാഅത്ത് എല്ലാവർക്കും ഉള്ളതാണെന്ന്. കത്തബാലിൽ ഇമാമുൽ മഹല്ലി ഇമാം മഹല്ലി അവന്റെ മേൽ എഴുതി മുഖ്തസും ബിഹ അതുകൊണ്ട് അല്ലാഹു തആല ശഫാഅത്തോട് പ്രത്യേകമായവരാണ്. ഫലാ യശ്ഫഅഉ ഇല്ലാ ബിഹി അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ ഒരാൾ ശുപാർശ നടത്തുന്നതാണ്. ഒന്നറായത്തു ഇതിനുള്ള സീർഖാല ബിലാ സീർ പറഞ്ഞ് ഞാൻ കണ്ടു. ഈ നിയായത്ത് ഈ അദ്ദേഹത്തിന്റെ നിഹായ അഷ്ഷാഫിഉ എന്ന് ഒറ്റയാക്കുന്നവനെ ഒറ്റയാ സംഖ്യയെ ഇരട്ടയാക്കുന്നവൻ എന്നർത്ഥം. യാദാഫിഉ ഇദ്ഫഅന്ന ഹാദസുമ്മ ഹാദസുമ്മ ഹുവ ബിതസ്ലീൽ സീൻ സമ്മ സുമ്മ സിമ്മ
എന്നാൽ അർത്ഥം കുല്ലുമാദത്തിന് ഇതാ ദഹനത്തിൽ ജോപം ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ചെന്ന എല്ലാ ധാതുക്കളും അത്തരത്തിൽ അമാൽ അയവിയ ജീവിതകാലത്തുള്ളപ്പോൾ ചെയ്യേണ്ട എല്ലാ കർമ്മങ്ങളെയും അത് മുടക്കിയിടുന്ന അല്ലെങ്കിൽ ആ ഒക്കപ്പത്തുക തമ്മാവൻ പരിപൂർണമായി അത് നിലനിർത്തിച്ചിടും. അങ്ങനെയുണ്ട്. അന്നാക്കിയതെന്നാൽ കാത്തില കൊല്ലുന്ന ആളുകൾ കാല് പറയപ്പെടാറുണ്ട്. അപ്പോ ഫുലാനൻ ഇന്നാലിന് ഒരു വ്യക്തിക്ക് വിഷം എന്തായി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ഇതാക്കത്തലവാണ് കൊന്നു കഴിഞ്ഞാൽ എന്നതാണ്. അപ്പൊ അന്നാക്കിയ കാത്തിരി എന്നർത്ഥം. കാത്തിരി തന്നെ കൊന്നു കളയുന്നവന് അൽ മറന്ന കായൽ അടക്കി പിടിച്ചു നിർത്തുന്ന രോഗമെന്ന്. വൽ വബാവ് താവൂരാണ്, പ്ലേഗ് രോഗം തന്നെയാണ് വബാവ്. ഒക്കൊല്ലും മറന്നും ഫാഷൻ വ്യാപകമായി വളരെ ആമായി വ്യാപിച്ചു നിൽക്കുന്ന എല്ലാ രോഗങ്ങളും എന്നാ വബാവിന്റെ അർത്ഥം. അൽ ഖാത്തിനായ അല്ലതീ ഇൻസാൻ അത് മനുഷ്യനെ മുറിച്ചു കളയുക യോയിലിക്കുവാൻ നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒന്നാണ്. ഇന്നക മുജീബുൻ സാമി യാ ലത്തീവല്ലം തദൽ വിൽത്തൂബിന ഫീമാ നസൽ ഇന്നക ലത്തീവല്ലം തദൽ എന്ന്. അവ ഇന്നാ നൗദു ബികുലത്താരി വത്താരി വാദിൻ വലാഹിൻ നസ്തു അഖിരിൽ വാദി അൽമിദാൻ യാ വാഹിദു യാ അഹദു യാ ഫർദു യാ മുൽ മുൻദറു അൽ മുതവഖിദു യാ സമദു യാ മുഖ്തസു യാ അസീൽ ഹവാജി അൽ മുസ്ലിം. അവ എന്താണ് ഇവിടെ പറഞ്ഞപ്പോ എന്താണ്? അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിന ത്വാരി വത്താവരി വഅലീമിൽ ബലായി വൻ നഫ്സി വൽ വഹരി വൽ മാലി വൽ വൽദി യാ വാഹിദു യാ അഹദു യാ ഫർദു വൽ മുൻഫരിദു എന്ന ഫർദിന്റെ അർത്ഥം അൽ മുതവഖിദ് ഏകനായി ഒറ്റയ്ക്കുള്ള ഒരാളെ കൊണ്ടാണ് ഫർദ് എന്ന് പറയാം. യാ സമദ് എന്ന് പറയുന്നുണ്ട്. യാ സമദ് എന്ന് പറഞ്ഞാൽ ഹുവൽ മഖ്സൂദ് ബി ഖളാഇ ജമീ അൽ ഹവായിജ് എല്ലാ ആവശ്യങ്ങളെയും നിറവേറ്റുവാൻ വേണ്ടി അതിൽ കരുതപ്പെടുന്ന ആളെ കൊണ്ടാണെന്ന് പറയാം സമദ് എന്ന് പറയുക. അസ്മാഉൽ ഹുസ്ന അതും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പേരാകുന്നു ഏത് യാ സമദു എന്നുള്ളത്. യാ ഹയ്യോ യാ ഖയ്യൂം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. യാ ഹയ്യോ യാ ഖയ്യൂം. യാ ഹയ്യോ യാ ഖയ്യൂം എന്ന് പറഞ്ഞാൽ എന്താക്കും നോക്കുക. വഹുവൽ ഖായിം വൽ ഹാഫിദ് ലികുല്ലി ഷൈ എല്ലാ വസ്തുക്കളെയും സൂക്ഷിക്കുകയും നിലനിർത്തി പോരുന്നവൻ എന്നാണ്. വഹുവൽ അസ്മാഉൽ ഹുസ്ന യാ ഹയ്യോ യാ ഖയ്യൂം എന്നത് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട പേര് തന്നെയാണ്. സഹായം തേടുക എന്നുള്ള കാര്യമാണ് ഞങ്ങൾ തേടുന്നത്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഖാലിഖുൻ റാസിഖുൻ ദായിമുൻ ബാഖിൻ ഹയ്യുൻ സമദ് എന്ന് പറയുമ്പോൾ അഖ്ബാറുൽ മുബ്തദി മഅദൂബിൽ കളയപ്പെട്ട മൂത്ത സങ്കല്പിച്ചു കൊടുക്കുക. അതിന്റെ ഖബറുമായിട്ട് ഒരു ഖാലിഖുൻ റാസിഖുൻ ദായിമുൻ ബാഖിൻ ഹയ്യുൻ സമദ് എന്ന് കളയപ്പെട്ട മൂത്ത ഏതാണ്? അൻത എന്നുള്ളതാണ്. ഇല്ലാഹു കനബി വാക്ക് തഖദ്ദമാനുഖിയാൻ ഖസ്തല്ലാനി ഇമാം ഖസ്തല്ലാനിയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടൊരു കാര്യം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്താൽ മതി. ഇവിടെയാണ് ഇല്ലാഹു കനബിന്റെ അവിടെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ മിമ്മാ നഖാബു റുഹാദു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അദദു ദുറൂബിനാ തദൈഫർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സാഹിബിൽ കൗസർ അൽ ഖൈറുൽ കസീർ അൽ ഖുർആനി വസ്സഫാത്തി വഖത്മിൻ നബുവ വഗൈരിഹ പ്രവാചക പദവി ശഫാഅത്ത് അതല്ലാത്ത പല പല കാര്യങ്ങളും ഖുർആന് അധിക നന്മകൾ ഇതൊക്കെ പെടും. അല്ലെങ്കിൽ എന്താണെന്നറിയാമോ? സാഹിബുൽ കൗസർ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലദി തരിദു അലൈഹി ഉമ്മത്തുഹു ഔദുൽ കൗസർ തടാകമാണ്. അതിന്റെ മേൽ നബിന്റെ ഉമ്മത്ത് വരുന്നതാണ്. അതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയുണ്ട്. അല്ലാഹുമ്മ കമാ ശഫഅത നബിക സയ്യിദനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീനാ എന്ന്. ഈ പറഞ്ഞതൊക്കെ നോക്കുമ്പോ ഇപ്പൊ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് മുമ്പ് പറഞ്ഞത് കഴിഞ്ഞു പോയത്. തഖദ്ദമ അന്നല്ലദി ഫീമാ നുഖില ഖസ്തല്ലാനി വഅമ്മർത ബിനാ മനാസിലനാ വലാ തുഹ്ലികനാ ബിദുനൂബിനാ വലാ തുആഖിബനാ ബിശ്ശിയാഖാന വലാ തുഹ്ലികനാ ബിഖത്വായാനാ യാ അർഹമർ റഹീമീൻ اللهم لا تقتلنا بغضبك ولا تهلكنا بعذابك وعافنا قبل ذلك يا ارحم الراحمين. അല്ലാഹുമ്മ കിശ്ഫ് അന്ന എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അസിൽഹു അന്നാണ് ഞങ്ങളെ തൊട്ട് അതൊക്കെ നീക്കിക്കളയുന്ന. ഖാലു കശഫല്ലാഹു അമ്മഹു
എന്ന് പറയാറുണ്ട്. ഈ അസാനുഹു എന്നാണ് അർത്ഥം, നീക്കി കൊടുക്കുന്നല്ലേ. മിനൽ മലായിക നബി നിസ്ബത്തി മായതുഹു വൽ വബാദ് കാണാം, ഇവിടെ ഇല്ല. മാലായ കിഷു വയറുക്ക യാർഹമർ റാഹിമീൻ, യാർഹമർ റാഹിമീൻ യാർഹമർ റാഹിമീൻ ഇർഹംനാ ബിറഹ്മതിക അല്ലതി വസിഅത് കുല്ല ശൈഇൻ വഹഫദ്നാ മിൻ ബൈനി ഐദീനാ മിൻ ഖൽഫിനാ വഅൻ അയ്മാനിനാ വഅൻ ശമാഇനാ മിൻ ഫൗഖിനാ വനഊദു ബിഹലമതിക വഅൻ നുഖ്താൽ. നുഹിലക്കാതെ നമ്മൾ നമസ്കരിക്കപ്പെടുന്നത് അവനറിയാത്ത ഭാഗത്തിൽ കൂടെ അവനെ പിടികൂടി കൊന്നു കളയുക. ഇതാണ് ഈ പറയുന്ന കിത്താനും മറ്റുള്ള പുതിയതായ പരിപാടി. എന്തൊക്കെയാ പറയുന്നതിന് അറിയില്ല, ഉറക്കം വരിക. അപ്പൊ എന്താണ് എഴുത്താകുന്നതായി അഹദൂമിന് അയത്തിലായി എതിരിപ്പോ അതിലേക്ക് അവൻ അറിയാത്ത വിധത്തിലൂടെ അവനെ പിടികൂടും, എന്നിട്ടാണ് നാസാക്കും. അതിന് പറയുന്ന പേരാന്തോ കുത്താലാണ്. മിൻ ദഅത്തിനായ അർഹമർ റഹീം യാ അക്രമൽ അക്രമീൻ യാ യാസൽ മുസ്തഗീസീൻ എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം.